നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇത് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട റീസൺ, പലരും ഡയറ്റ് എടുക്കുന്ന സമയത്തൊക്കെ ചോദിക്കാറുണ്ട്, കാർബ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എല്ലാവർക്കും ഈ കാർബ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം. അതായത് നമ്മളിപ്പോൾ ഓരോരോ ഏജ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ഗർഭിണികളെ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഇപ്പം അധികം പ്രായമില്ലാത്ത കുട്ടികളൊക്കെ എടുത്ത് നോക്കുക. അപ്പോൾ ഇവരൊക്കെ അവരുടെ ഭക്ഷണത്തിനകത്ത് മെയിനായിട്ടും എന്ത് വേണം? കാർബ്സ് വേണം. അപ്പം ഗർഭിണീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും ഡയറ്റ് പോസിബിൾ അല്ല. ഇപ്പം ഡെലിവറി എല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഫീഡിങ് പീരീഡൊക്കെ ആണെങ്കിൽ നമുക്കൊരു 6 മന്ത് കഴിഞ്ഞതിന് ശേഷമൊക്കെ നമുക്ക് ഡയറ്റ് എടുത്ത് തുടങ്ങാം. ആ സമയത്ത് നിങ്ങൾ കാർബ്സ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ കുട്ടികളുടെ കേസൊക്കെയാണ്. ചെറുപ്രായത്തിൽ തന്നെ നല്ല വണ്ണമുള്ള കുട്ടികളുണ്ടാവും. അപ്പം അവർക്കും നമുക്ക് ഡയറ്റ് കൊടുക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. അവർക്ക് ഡയറ്റ് കൊടുക്കാം, ഹെൽത്തി ആയിട്ട് അവരുടെ വയറ് നിറയുന്ന രീതിയിൽ തന്നെ നമുക്ക് ഫുഡ് കൊടുക്കാം. പക്ഷേ അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം മിക്സ് ചെയ്യേണ്ട. അപ്പോൾ കാർബ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണ്ട, അവരുടെ അകത്ത് നമുക്ക് കാർബ്സൊക്കെ ഇൻക്ലൂഡ് ആക്കാം. എല്ലാം മിക്സ് ചെയ്യേണ്ടതെന്ന് ഉദ്ദേശിച്ച് ഈ ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകൾ ഇതൊന്നും കൂടുതലായിട്ട് കൊടുക്കരുത്. മാക്സിമം നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കുക്ക് ചെയ്തിട്ട് കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അങ്ങനെയൊക്കെ നമ്മൾ മാക്സിമം എഫേർട്ട് കുട്ടിയും എടുക്കണം, അതുപോലെ തന്നെ വീട്ടിലെ പാരൻസും എടുക്കണമെങ്കിൽ മാത്രമാണ് നമുക്ക് പെട്ടെന്നുള്ളൊരു വെയിറ്റ് ലോസ് സാധ്യമാവുള്ളൂ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് അനിവാര്യമാണ് നമ്മുടെ ബോഡിയിൽ. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന നോർമലി നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺ എടുക്കുകയാണ്, ആൾക്ക് വെയിറ്റൊക്കെ കറക്റ്റാണ്, ഐഡിയൽ വെയിറ്റിൽ നിൽക്കുന്ന ഒരാൾ എടുക്കുകയാണെങ്കിൽ ആൾക്ക് നിർബന്ധമായിട്ടും കൂടുതൽ അളവിൽ എടുക്കേണ്ട ഒരു കാര്യം എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. പിന്നെയാണ് എന്ത് പറയുന്നത്, നമ്മുടെ ബോഡിക്ക് വേണ്ട ആവശ്യകത ഈ ഓരോരോ കാർബ്സിനാണെങ്കിലും പ്രോട്ടീൻസിനാണെങ്കിലും ഫാറ്റിനാണെങ്കിലും നമ്മുടെ ബോഡി എത്രത്തോളം വേണം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റിനാണ് മുകളിൽ നിൽക്കുന്നത്. പിന്നെയാണ് പ്രോട്ടീൻ വരുന്നത്, എന്നിട്ടാണ് ഫാറ്റ് വരുന്നത്. അപ്പോൾ കാർബ്സ് തന്നെയാണ് നമ്മൾ കൂടുതൽ അളവിൽ എടുക്കേണ്ടത്. പക്ഷെ നമുക്ക് കുറച്ചൊരു ഓവർ വെയിറ്റ് ആണ്, നമുക്ക് കുറച്ച് പൊണ്ണത്തടി ഉണ്ട്, കുടവയറുണ്ട് എന്നുള്ളൊരു സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഒന്ന് കുറച്ചുകൊണ്ട് വരാം. അത് കരുതിയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പലരും കാർബ്സ് കഴിക്കാറില്ല എന്ന് പറയാറുണ്ട് ഡയറ്റ് എടുക്കുന്ന സമയത്ത്. പക്ഷെ നമ്മൾ അവരുടെ ഡയറ്റ് ചാർട്ടൊക്കെ ഒന്ന് നോക്കുന്ന സമയത്ത് ഒട്ടുമിക്ക ഫുഡുകളും കാർബ്സ് ഉള്ളത് തന്നെയാണ്. പിന്നെ പലർക്കും അറിയില്ല ഏതൊക്കെ ഭക്ഷണത്തിലാണ് കാർബോഹൈഡ്രേറ്റ് ഉള്ളത്, അത് പലർക്കും അറിയില്ല. അതിന് നല്ലൊരു എക്സാമ്പിളാണ് നമ്മൾ ചപ്പാത്തി കഴിക്കുന്നത്. അപ്പോൾ ചപ്പാത്തി പലരും 1, 2, 3 ചപ്പാത്തിയൊക്കെ കഴിക്കാറുണ്ട്. നമ്മളൊരു 2 ചപ്പാത്തി വരെ ഒരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഓക്കെയാണ്, ഒരു നേരം കഴിക്കുന്നത് ഓക്കെയാണ്. അപ്പം നിങ്ങൾ എടുക്കുന്ന സൈഡ് ഡിഷുകളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഐറ്റംസ് എന്നൊക്കെ പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിലായിരിക്കണം. അല്ലാതെ നിങ്ങളിപ്പോൾ വേറൊരു ഹെവി ഫുഡ് കഴിച്ചു പിന്നെ നിങ്ങളൊരു ചപ്പാത്തി കഴിക്കുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു കാര്യമല്ല. ചിലപ്പോൾ നമ്മൾ ഫാറ്റ് എടുക്കുന്നുണ്ട്, നോൺ വെജ് കൂടുതൽ അളവിൽ എടുത്തിട്ട് 2 ചപ്പാത്തി കഴിക്കേണ്ട ഒരു ആവശ്യകതയില്ല. അപ്പം അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്തിട്ട് ഐഡിയൽ ആയിട്ടുള്ള ഒരു അളവിൽ മാത്രം കഴിച്ചാൽ മതി. അപ്പം കാർബോഹൈഡ്രേറ്റ് വരുന്നുണ്ട് എന്തിൽ? നമ്മുടെ ചപ്പാത്തിനകത്ത്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ഇതുണ്ട്, കാർബോഹൈഡ്രേറ്റ് ചോറിനകത്ത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ മറ്റെന്തെങ്കിലും വെളുത്ത നിറത്തിൽ മൈദ കഴിച്ചു കഴിഞ്ഞാൽ കാർബ്സ് ബോഡിയിലെത്തി, അങ്ങനെയൊക്കെയാണ് പലരും കരുതിയിരിക്കുന്നത്. അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. ഇപ്പോൾ നിങ്ങൾ ചപ്പാത്തി, ഗോതമ്പിലാണെങ്കിലും കാർബ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ പച്ചക്കറികൾ എടുത്ത് നോക്കുക, പച്ചക്കറികളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്, ഇതിനകത്ത് കാർബ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് വെജീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പോളിഷ് ചെയ്യാത്ത ഐറ്റംസുകൾ, നമ്മളിപ്പോൾ ഓട്സ് എടുക്കുകയാണെങ്കിൽ ഓട്സിനകത്ത് കാർബ്സ് ഉണ്ട്. അപ്പോൾ എന്ത് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ചെറിയൊരളവിൽ എന്തുണ്ടായിരിക്കും? കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഒട്ടും തന്നെ ഇല്ലാത്തതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പ്ലെയിൻ വാട്ടർ എടുക്കുകയാണെങ്കിൽ അത് കാർബ്സ് ഇല്ല, പ്രോട്ടീൻസ് ഇല്ല, ഫാറ്റ് ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ചീര, മുരിങ്ങ, ഇങ്ങനെ ഇലക്കറികൾ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും അതിലും നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള ചില ഐറ്റംസുകൾ മാത്രമാണ് നമുക്ക് കാർബ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാത്തത്. ബാക്കി എല്ലാം തന്നെ നമ്മൾ കഴിക്കുന്നതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു റൈസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൈറ്റ് റൈസ് ആയിട്ട് നിങ്ങൾക്ക് തരാത്തത്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്താണ്? നിങ്ങൾ ചപ്പാത്തി കഴിച്ചോളൂ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റാഗി കഴിച്ചോളൂ. അപ്പോൾ നമുക്ക് ഏത് ഒരു പൾസ് കഴിക്കുകയാണെങ്കിലും, ഇപ്പം പയറ്, പരിപ്പ് വർഗ്ഗങ്ങൾ നമുക്ക് എടുക്കാം. അപ്പം അതിനകത്ത് കൂടുതൽ അളവിൽ നിൽക്കുന്നത് എന്തായിരിക്കും? പ്രോട്ടീൻസ് ആയിരിക്കും. അപ്പോൾ എന്നാലും നമ്മുടെ കാർബ്സും എല്ലാം തന്നെ ഈ പറയുന്ന ഐറ്റംസിലൊക്കെ തന്നെ ഉണ്ട്. അത് കൃത്യമായിട്ടുള്ള ഒരളവിൽ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിലാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ നിങ്ങൾ കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ 1 മാസം കൊണ്ട് നമുക്ക് 4 മുതൽ 12 കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം. ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും. 1 മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഒട്ടും തന്നെ ഒഴിവാക്കരുത്. ഇപ്പോൾ ചില ആളുകൾ ചപ്പാത്തി പോലും കഴിക്കാത്തവരുണ്ട് കേട്ടോ. ചില ആളുകൾ മീറ്റ് മാത്രം കഴിക്കും. ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് അങ്ങനെ മീറ്റ് മാത്രം കഴിക്കുക, മുട്ട മാത്രം കഴിക്കുക, ഫ്രൂട്ട് ജ്യൂസസ് മാത്രം എടുക്കുക, ഇങ്ങനെ ഡയറ്റ് എടുക്കുന്ന ആളുകളുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അങ്ങനെ എടുക്കേണ്ട ഒരു ആവശ്യകതയില്ല. കാരണം കാർബോഹൈഡ്രേറ്റ് മസ്റ്റാണ് നമ്മുടെ ബോഡിക്ക്. കാർബോഹൈഡ്രേറ്റ് ചെയ്യുന്ന കുറേ ഫങ്ഷൻ ഉണ്ട്. അതാണ് ഈ അന്നജം നമ്മുടെ ബോഡിയിൽ ചെയ്യുന്ന ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതായത് എനർജി തരുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിനാണെങ്കിൽ നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ്, നമ്മുടെ ഈ കോശങ്ങളുടെ ഒക്കെ ഒരു പ്രവർത്തനത്തിന് അല്ലെങ്കിൽ അവർ ഫോമേഷന് വേണ്ടിയിട്ട് എനർജി അത്യാവശ്യമാണ്. അപ്പം ഇതിനെല്ലാം എന്ത് വേണം? കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം. കൂടുതൽ അളവിൽ എനർജി നമുക്ക് കാർബ്സ് തരുന്നുണ്ട്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് നിങ്ങൾ കൃത്യമായിട്ടുള്ള അളവിൽ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ കാർബ്സ് കുറഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്ന് ഈ പ്രോട്ടീൻസ് ഒക്കെ സ്പാരിങ് ആക്ഷൻ തുടങ്ങും. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രോട്ടീൻസ് വിഘടിക്കുക ചെയ്യുക. അപ്പോൾ നമ്മുടെ മസിൽ കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അതും നിങ്ങൾ ശ്രദ്ധിക്കണം. കാർബ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻസ് എനർജിക്ക് വേണ്ടി അവിടെ യൂട്ടിലൈസ് ആവുകയും അപ്പം നമ്മൾ മസിൽ മാസ് ഒക്കെ കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഫാറ്റ് ആണെങ്കിലും ബ്രേക്ക് ഡൗൺ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ശരീരത്തിനകത്ത് കൊഴുപ്പ് വിഘടിക്കാൻ തുടങ്ങും നിങ്ങൾ കൃത്യമായിട്ടുള്ള അളവിൽ കാർബ്സ് എടുത്തിട്ടില്ലെങ്കിൽ, ഡയറ്റ് എടുക്കുന്ന സമയത്താണെങ്കിലും. അപ്പോൾ ഒട്ടും തന്നെ കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിയിട്ടുള്ളൊരു ഡയറ്റൊന്നും ആരും പ്രിഫർ ചെയ്യേണ്ട. നമുക്ക് ചെറിയൊരളവിൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കാവുന്നതാണ്. ഞാനീ പറഞ്ഞത് വൈറ്റ് റൈസ് തന്നെ കഴിക്കണം എന്ന് നിർബന്ധമില്ല. ഞാനീ പറഞ്ഞ പോലെ തന്നെയുള്ള ഐറ്റംസുകളെല്ലാം തന്നെ ഉൾപ്പെടുത്തുക. അപ്പോൾ അല്ലെങ്കിൽ ബ്രൗൺ റൈസ് കഴിക്കാം. പലർക്കും ഡയറ്റ് എടുക്കുന്ന സമയത്ത് പറ്റുന്നൊരു കാര്യം അല്ലെങ്കിൽ അവർ പറയുന്നൊരു കാര്യം,